നല്ല സമരിയാക്കാരൻ്റെ ഉപമ. ഒരു നിയമജ്ഞൻ യേശുവിനെ പരീക്ഷിക്കുവാനായി ചോദിച്ചു, ഗുരു, നിത്യജീവൻ അവകാശമാക്കുവാൻ ഞാൻ എന്ത് ചെയ്യണം? യേശു അവനോട് ചോദിച്ചു, നിയമത്തിൽ എന്ത് എഴുതിയിരിക്കുന്നു? അവൻ മറുപടി പറഞ്ഞു, നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവിനോട് കൂടി സ്നേഹിക്കണം, നിന്റെ അയൽക്കാരനെ നിന്നെ പോലെയും. അവൻ പ്രതിവചിച്ചു, നീ ശരിയായി തന്നെ ഉത്തരം പറഞ്ഞു, ഇതനുസരിച്ച് പ്രവർത്തിക്കുക. അപ്പോൾ അവൻ ചോദിച്ചു, ആരാണ് എൻ്റെ അയൽക്കാരൻ? നിയമജ്ഞന്റെ ചോദ്യത്തിന് മറുപടിയായി യേശു ഈ ഉപമ പറഞ്ഞു. ഒരുവൻ ജെറുസലേമിൽ നിന്നും ജെറിക്കോയിലേക്ക് പോവുകയായിരുന്നു. അവൻ കവർച്ചക്കാരുടെ കൈപ്പെട്ടു. അവരവനെ കൊള്ളയടിക്കുകയും പ്രഹരിക്കുകയും അർദ്ധപ്രാണനാക്കി വഴിയരികിൽ ഉപേക്ഷിക്കുകയും ചെയ്തു. അപ്പോൾ ഒരു പുരോഹിതൻ ആ വഴി വന്നു. അവനെ കണ്ട് മറുവശത്തു കൂടി കടന്നുപോയി. ഒരു ലേവായനും ആ വഴി വന്നു. അവനെ കണ്ട് ശ്രദ്ധിക്കാതെ കടന്നുപോയി. പിന്നീട് ഒരു സമരിയക്കാരൻ ആ വഴി വന്നു. അവനെ കണ്ട് മനസ്സലിഞ്ഞ് അവനെ മുറിവുകൾ വെച്ച് കെട്ടി തന്റെ കഴുതയുടെ പുറത്ത് കയറ്റി സത്രത്തിൽ കൊണ്ടുപോയി ചെന്ന് പരിചരിച്ചു. കവർച്ചക്കാരുടെ കൈപ്പറ്റിയ മനുഷ്യൻ, ഇവരിൽ ആരാണ് അയൽക്കാരനെ വർദ്ധിച്ചത്? നിയമജ്ഞൻ മറുപടി പറഞ്ഞു, അവനോട് കരുണ കാണിച്ചവൻ തന്നെ. യേശു പറഞ്ഞു, നീയും പോയി അതുപോലെ തന്നെ ചെയ്യുക. ഭോഷനായ ധനികന്റെ കഥ. ഒരു ധനികന്റെ കൃഷിസ്ഥലം സമൃദ്ധമായ വിളവ് നൽകി. അവൻ ഇങ്ങനെ ചിന്തിച്ചു, ഞാൻ എന്ത് ചെയ്യും? ഈ ധാന്യം മുഴുവൻ സൂക്ഷിക്കാൻ എനിക്ക് സ്ഥലമില്ലല്ലോ. അവൻ പറഞ്ഞു, ഞാനിങ്ങനെ ചെയ്യും, എൻ്റെ അറപ്പുറകൾ പൊളിച്ച് കൂടുകൾ വലിയവ പണിയും. അതിലെൻ്റെ ധാന്യം വിഭവങ്ങൾ സംഭരിക്കും. പിന്നെ ഞാൻ എൻ്റെ ആത്മാവിനോട് പറയും, ആത്മാവെ, അനേക വർഷങ്ങൾക്ക് വേണ്ട വിഭവങ്ങൾ നിനക്കായി സംഭരിക്കപ്പെട്ടിരിക്കുന്നു. വിശ്രമിക്കുക, തിന്നുകുടിച്ച് ആനന്ദിക്കുക. എന്നാൽ ദൈവം അവനോട് പറഞ്ഞു, പോഷ, നിന്റെ ആത്മാവിനെ ഈ രാത്രി ഞാൻ നിന്നിൽ നിന്ന് ആവശ്യപ്പെടും. അപ്പോൾ നീ ഒരുക്കി വെച്ചിരിക്കുന്നവ ആരുടേതാവും? ഈ ഉപമ പറഞ്ഞിട്ട് അവിടുന്ന് പറഞ്ഞു, ഇതുപോലെയാണ് ദൈവസന്നിധിയിൽ സമ്പന്നനാകാതെ തനിക്ക് വേണ്ടി സമ്പത്ത് ശേഖരിച്ചു വയ്ക്കുന്നവനും. അത്തിവൃക്ഷത്തിന്റെ ഉപമ. യേശു ഉപമ പറഞ്ഞു, ഒരുവൻ മുന്തിരിത്തോട്ടത്തിൽ ഒരു അത്തിവൃക്ഷം നട്ടുപിടിപ്പിച്ചു. അതിൽ പഴമുണ്ടോ എന്ന് നോക്കാൻ അവൻ വന്നു. എന്നാൽ ഒന്നും കണ്ടില്ല. അവൻ കൃഷിക്കാരോട് പറഞ്ഞു, 3 വർഷമായി ഞാൻ ഈ അത്തിവൃക്ഷത്തിൽ നിന്ന് ഫലം അന്വേഷിച്ചു വരുന്നു, എന്നാൽ ഒന്നും കാണുന്നില്ല. ഇത് വെട്ടിക്കളയുക. കൃഷിക്കാരൻ പറഞ്ഞു, യജമാനനെ, ഈ വർഷം കൂടി അത് നിൽക്കട്ടെ. ഞാൻ അതിന്റെ ചുവട് കിളച്ച് വളമിടാം. മേലിൽ അത് ഫലം നൽകിയേക്കാം. ഇല്ലെങ്കിൽ നീ തന്നെ അത് വെട്ടിക്കളഞ്ഞുകൊള്ളുക. ധൂർത്തപുത്രന്റെ ഉപമ. യേശു പറഞ്ഞു, ഒരുവന് 2 പുത്രന്മാരുണ്ടായിരുന്നു. ഇളയവൻ പിതാവിനോട് പറഞ്ഞു, പിതാവേ, സ്വത്തിൽ എൻ്റെ ഓഹരി എനിക്ക് തരിക. അവൻ സ്വത്ത് അവർക്കായി ഭാഗിച്ചു. തൻ്റെ വിവിധവുമായി ഇളയവൻ ദൂരദേശത്തേക്ക് പോയി തൻ്റെ സ്വത്തെല്ലാം ധൂർത്തടിച്ച് നശിപ്പിച്ച് കളഞ്ഞു. സ്വത്തെല്ലാം തീർത്ത കാലത്ത് ആ ദേശത്ത് കഠിനമായൊരു ക്ഷാമമുണ്ടായി. അപ്പോൾ അവൻ ദേശപ്രമാണിയുടെ പക്കൽ അഭയം തേടി. അയാൾ അവന് പന്നികളെ മേയ്ക്കുവാനുള്ള ജോലിയാണ് നൽകിയത്. പന്നികൾ തിന്ന തവിടെങ്കിലും തിന്നാൻ അവൻ ആഗ്രഹിച്ചു. എന്നാൽ അതുപോലും അവന് ലഭിച്ചില്ല. അപ്പോൾ അവന് സുബോധമുണ്ടായി. അവൻ പറഞ്ഞു, ഞാൻ എൻ്റെ പിതാവിൻ്റെ പക്കലേക്ക് മടങ്ങിച്ചെന്ന് അവനോട് പറയും, പിതാവേ, സ്വർഗത്തിനെതിരായി നിന്റെ മുൻപിലും ഞാൻ പാപം ചെയ്തു. നിന്റെ പുത്രനെന്ന് വിളിക്കപ്പെടാൻ ഞാൻ എനിക്ക് യോഗ്യനല്ല. നിന്റെ ദാസരിൽ ഒരുവനായി എന്നെ സ്വീകരിക്കണമേ. അവൻ എഴുന്നേറ്റ് പിതാവിൻ്റെ ഭവനത്തിലേക്ക് പുറപ്പെട്ടു. ദൂരെ വെച്ച് തന്നെ പിതാവ് അവനെ കണ്ടു. അവൻ മനസ്സലിഞ്ഞ് ഓടിച്ചെന്ന് അവനെ കെട്ടിപ്പിടിച്ച് ചുംബിച്ചു. മകൻ പറഞ്ഞു, പിതാവേ, സ്വർഗത്തിനെതിരായി നിന്റെ മുൻപിൽ ഞാൻ പാപം ചെയ്തു. നിന്റെ പുത്രനെന്ന് വിളിക്കപ്പെടുവാൻ ഞാൻ ഇനി യോഗ്യനല്ല. പിതാവാട്ടെ തന്റെ ദാസനോട് പറഞ്ഞു, മേൽത്തരം വസ്ത്രം കൊണ്ടുവന്ന് ഇവനെ അണിയിക്കുവിൻ. കൊഴുത്ത കാളക്കുട്ടിയെ കൊണ്ടുവന്ന് കൊല്ലുവിൻ. ഇവന്റെ ഈ പുത്രൻ മൃദുനായിരുന്നു. അവനിതാ വീണ്ടും ജീവിച്ചിരിക്കുന്നു. അവൻ നഷ്ടപ്പെട്ടിരിക്കുന്നു, ഇപ്പോൾ കണ്ടുകിട്ടിയിരിക്കുന്നു. ധനവാനും ലാസറും. യേശു പറഞ്ഞ്, ഒരിടത്ത് ഒരു ധനവാൻ ജീവിച്ചിരുന്നു. അവന്റെ വീടിന്റെ പതിവാതിക്കൽ ലാസർ എന്നൊരു ദരിദ്രനും കിടന്നിരുന്നു. ധനവാന്റെ മേശയിൽ നിന്ന് വീണു കൊണ്ടെങ്കിലും വിശപ്പെടുക്കാൻ അവൻ ആഗ്രഹിച്ചു. ആ ദരിദ്രൻ മരിച്ചു. ദൈവദൂതന്മാർ അവനെ എടുത്ത് അബ്രാഹത്തിന്റെ മടിയിലിരുത്തി. ആ ധനികനും മരിച്ചു. ആ നരകത്തിൽ കിടക്കുമ്പോൾ ദൂരെ അബ്രാഹത്തെയും അവന്റെ മടിയിൽ ലാസറിനെയും കണ്ടു. അവൻ വിളിച്ചു പറഞ്ഞു, പിതാവായ അബ്രാഹമേ, എന്നിൽ കനിയണമേ. തന്റെ വിരൽത്തുമ്പ് വെള്ളത്തിൽ മുക്കി എൻ്റെ നാവ് തണുപ്പിക്കാനായി ലാസറിനെ അയക്കണമേ. അബ്രഹാം പറഞ്ഞു, മകനെ, നീ ഓർമ്മിക്കുക, നിനക്ക് ജീവിതകാലത്ത് എല്ലാ സുഖ സൗകര്യങ്ങളും ലഭിച്ചിരുന്നു, ലാസറിനോ കഷ്ടതകളും. അപ്പോൾ അവൻ ഇവിടെ ആനന്ദിക്കുകയും
നീ വേദന അനുഭവിക്കുകയും ചെയ്യുന്നു. കൂടാതെ നമുക്കിടയിൽ വലിയൊരു ഗർത്തം സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നു. ഇവിടെ നിന്ന് അവിടേക്കോ തിരിച്ച് ഇങ്ങോട്ടുമോ ആർക്കും വരിക സാധ്യമല്ല. അപ്പോൾ അവൻ പറഞ്ഞു, പിതാവേ, അങ്ങനെയെങ്കിൽ ലാസറിനെ എൻ്റെ പിതൃഭവനത്തിലേക്ക് അയക്കണമേ. എൻ്റെ സഹോദരരെങ്കിലും ഇവിടേക്ക് വരാതിരിക്കട്ടെ. അബ്രഹാം പറഞ്ഞു, അവർക്ക് മോശയും പ്രവാചകന്മാരും ഉണ്ടല്ലോ, അവരുടെ വാക്ക് കേൾക്കട്ടെ. ധനവാൻ പറഞ്ഞു, പിതാവായ അബ്രഹാമേ, അങ്ങനെയല്ല, മരിച്ചവരിൽ ഒരുവൻ ചെന്ന് പറഞ്ഞാൽ അവർ അനുദപിക്കും. അബ്രഹാം അവരോട് പറഞ്ഞു, മോശയും പ്രവാചകന്മാരും പറയുന്നത് അവർ കേൾക്കുന്നില്ലെങ്കിൽ മരിച്ചവരിൽ നിന്ന് ഒരുവൻ ഉയർത്താലും അവർക്ക് ബോധ്യമാവുകയില്ല.